ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് പിസ്സ ഉണ്ടാക്കാൻ കേട്ടോ. നമ്മൾ ഓൾറെഡി വീഡിയോസിലും അതുപോലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് പിസ്സ ഉണ്ടാക്കുന്നത്, പക്ഷെ നമ്മളിതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ മൈദപ്പൊടി, ഈസ്റ്റും ഉപ്പും പഞ്ചസാരയും ചേർത്ത് കുഴച്ച് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. അത് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ഫ്രൈ പാൻ അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ഏത് പാത്രം ആയിക്കോട്ടെ അതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. കനം തീരെ കുറച്ച് പരത്തണ്ട, കുറച്ച് നമ്മൾ കട്ടിപ്പത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സെറ്റിൽ നമുക്ക് പരത്തിയെടുക്കാം. ബാക്കിയുള്ള മാവ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു സെറ്റ് റൗണ്ടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് സാധനങ്ങൾ, ടൊമാറ്റോ സോസ് വേണം, സോയാ സോസ് വേണം, കുറച്ച് ചില്ലി ഫ്ലേക്സും വേണം കേട്ടോ. അത് മൊത്തത്തിൽ ആ ഒരു തക്കാളി സോസിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുക. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതും, ക്യാപ്സിക്കം, ഉള്ളി, ഇതൊക്കെ നമുക്ക് ഒരു ക്യൂബ്സ് ഉണ്ടല്ലോ, അതായത് നീളത്തിൽ അരിഞ്ഞെടുക്കാതെ ചതുരത്തിലാക്കിയിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ മാവ് ആ ഫ്രൈ പാനിൽ സെറ്റാക്കി വെച്ചിട്ടോ. ഇനി നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇത് കുത്തി കൊടുക്കണം. കാരണം അത് മാവ് ഓൾറെഡി ഈസ്റ്റ് ചേർത്ത മാവാണ്, അപ്പോൾ അത് പൊന്തി പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചത് കുത്തി കൊടുക്കുമ്പോൾ തന്നെ അത് കൂടുതലായിട്ട് പൊള്ളയ്ക്കാതെ വന്നോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നെക്സ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതാണ് കേട്ടോ. ഇത് നമ്മൾ സാധാ തക്കാളി സോസാണ് കേട്ടോ. കാരണം ചിലർ ഹോട്ട് സോസ് ഉപയോഗിക്കും, അത് ഭയങ്കര എരിവാണ്, നമുക്കത് വേണ്ട കേട്ടോ. നമ്മളിവിടെ സാധാരണ തക്കാളി സോസാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്, കാരണം കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതല്ലേ. ഇത് ചുറ്റിലും ആക്കി കൊടുക്കുക കേട്ടോ. മൊത്തത്തിൽ അതാക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ വെജിറ്റബിൾസ് ഇല്ലാതെ ചിക്കനും ചീസും മാത്രം വെച്ചിട്ടുണ്ടാകും, അത് നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നു എന്നുള്ളൂ. ക്യാപ്സിക്കം ക്യൂബാക്കി അരിഞ്ഞതും, അതേപോലെ വലിയുള്ളി കേട്ടോ, വലിയുള്ളി നമ്മൾ ഇതേപോലെ ക്യൂബ്സ് ആക്കിയിട്ട് അരിഞ്ഞതും ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുക. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് മക്കളെ. തിന്നുകൊണ്ടിരിക്കാൻ, നല്ല ചൂടോടുക്കെ തന്നെ കഴിക്കണം, തിന്നുകൊണ്ടിരിക്കാൻ തോന്നും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇതേപോലെ നമ്മൾ പച്ചക്കറി കട്ട് ചെയ്ത് വെച്ച് കൊടുത്തില്ലേ, അതുപോലെ ഓരോ അരുവിലും ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് കൂടുതൽ ചിക്കൻ മാത്രമാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ അത് നമ്മളെ കയ്യിലുള്ളത് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. കാരണം നമ്മളിത് കുറേ കാലം ഉണ്ടാക്കണം എന്ന് വിചാരിക്കണം, പിന്നെ നാളെ പിന്നീടാവാമെന്ന് വിചാരിച്ച് നമ്മൾ എടുത്തു വെക്കുന്ന ഓരോ കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ലൈഫിലത് ഒരിക്കലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. ഇപ്പോൾ നമ്മൾ ലീവ് ദ മൊമെൻറ്റ്, ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയില്ല, അപ്പം ഉണ്ടാക്കണം എന്നൊരാഗ്രഹം തോന്നി അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മെയിൻ പാർട്ട് ചീസാണ്. ചീസ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. മൊസറല്ല ചീസ് ഉണ്ട്, പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ ഒരു ചീസിന് അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. മൊസറല്ലയും നല്ലതാണ്, പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഫ്ലേവറാണല്ലോ ഇഷ്ടം. എന്നിട്ട് ചീസിൻ്റെ 2 സ്ലൈസ് ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ കവർ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് പിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇത് വെച്ച് കൊടുത്ത ശേഷം നമുക്കൊരു 5-10 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. അതായത് തീ ഓണാക്കാതെ മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, കുറച്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഒരു ചീസിൻ്റെ പ്രത്യേകത, നമുക്ക് ചീസ് സ്ലൈസ് ആയിട്ടാണ് കിട്ടുക കേട്ടോ, അല്ലാതെ നമുക്കിങ്ങനെ ചരണ്ടിയിട്ടുള്ളതും കിട്ടും. അത് നമ്മളെ ഇഷ്ടം ഏതാണോ അത് വാങ്ങിച്ചാൽ മതി. ഏകദേശം ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ ചെറിയ തീയിൽ ഒരു 40 മിനിറ്റ് വേവിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ പിസ്സ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കിനി ഏത് ഐറ്റം ഫുഡാണ് വേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റാണ് മക്കളെ, ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ്, അതായത് വേറൊരു വിഭവമായിട്ട് കാണാം. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവം ഏതാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ, നമുക്കത് ഉണ്ടാക്കി നോക്കാം. താങ്ക്